ചെയ്യുന്നത്. മറ്റേ ഹോം സിനിമയിൽ പറയില്ലേ, നമ്മുടെ ചുറ്റുപാടും അലങ്കോലമായിട്ട് കിടന്ന അത് നമ്മുടെ മനസ്സിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നതെന്നല്ലേ. എനിക്ക് അങ്ങനെയാ. എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുമ്പോൾ പോലും മെസ്ഡ് ആയിട്ടാണ് ഫ്രണ്ടിന്റെ റൂം ഇരിക്കുന്നത്, ഞാൻ ചോദിക്കും ഞാൻ ഇവിടെ ഒന്ന് നീറ്റാക്കി. എനിക്ക് ഒരു സ്ഥലം ക്ലട്ടേർഡ് ആയിട്ടിരുന്നാൽ എനിക്ക് അവിടെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇരിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ താമസിക്കുന്ന ഒക്കെ ഒരു സ്ഥലമാണെങ്കിൽ എനിക്ക് ഭയങ്കര നീറ്റ് ആയിരിക്കണം, എല്ലാം അതിൻ്റെതായ സ്പേസിലായിരിക്കണം, ക്ലീൻ ആയിരിക്കണം, ക്ലട്ടേർഡ് ആയിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് ആ സ്പേസിൽ എനിക്ക് ഒട്ടും പ്രൊഡക്റ്റീവ് ആവാൻ പറ്റില്ല, എനിക്ക് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ വീട് ഞാനിങ്ങനെ വൃത്തിയാക്കി എൻ്റെ ഒരു ദിവസത്തിൻ്റെ പകുതി സമയം ഞാൻ പോകുന്നത് ഇവരുടെ ചപ്പും ചവറും എടുത്ത് മാറ്റി വെക്കുന്നതിലാണ്. കാരണം പണ്ട് ഞാൻ അടി ഉണ്ടാക്കും, ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവരെ കൊണ്ട് വൃത്തിയാക്കിപ്പിക്കാൻ നോക്കും. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഞാൻ ആ ജോലി അങ്ങ് ചെയ്താൽ നിങ്ങളുടെ മാറ്റിയാൽ പോരെ. കാരണം അത് എൻ്റെ പ്രശ്നമാണ്. കാരണം ഇറ്റ്സ് ഫൈൻ, സം പീപ്പിളിന് ഈ അലങ്കോലത്തിൽ ജീവിക്കാൻ ഇഷ്ടമാണ്, എനിക്കത് പറ്റില്ല. സോ അത് എൻ്റെ പ്രശ്നമാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു വീട്ടിൽ താമസിക്കുന്നത് വരെ ഐ ഹാവ് ടു മേക്ക് വേ. അപ്പം ഐ ഫൈൻഡ് പീസ് ഇൻ ക്ലീനിങ് ദ ഹൗസ്. അപ്പൊ ഇവരുടെ എന്ത് കാണാതെ പോലും ഇപ്പൊ എന്നോട് ചോദിക്കും. ഞാൻ പറയും ഹലോ, ഞാൻ വീട് വൃത്തിയാക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ എന്ത് കാണാതെ പോയാലും അതിന് ഉത്തരവാദിത്വം ഞാനല്ല. ആണല്ലേ. ഇങ്ങനെ ഇതേ എക്സ്ക്യൂസുകൾ, അതായത് അമ്മു ഇങ്ങനെ ഫുൾ ടൈം വീട് ക്ലീൻ ചെയ്ത് വെക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഗുസ്തി പിടിക്കുന്നത് ഹൻസു എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? ഞാൻ അമ്മൂനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല, അത് എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ആയിപ്പോ ഞാൻ അമ്മൂനെ പറഞ്ഞു പ്ലീസ് ഇന്ന് ഞാൻ ചെയ്യും, ഇന്നത്തെ ദിവസം തീർന്നതിന് മുന്നേ ഞാൻ ചെയ്യും. അതെന്നും കൊടുക്കും, അതെന്നും ഞാൻ പറയും. പക്ഷെ രാത്രി ആകുമ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തേ, രാവിലെ ഞാൻ വരുമ്പോ അത് കാണത്തില്ല. ആണല്ലേ. ഞാൻ പറയും ഇപ്പൊ പറ്റില്ല പിന്നെ ചെയ്യാം, ഇപ്പൊ എന്തെങ്കിലും ഞാൻ ചെയ്തോണ്ടിരിക്കുവായിരിക്കും. അങ്ങനെ മാത്രം. കാരണം ഞാൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ഒക്കെ ആവും വീട് അലമ്പാവുമ്പോ. ആണോ? എനിക്ക് ഭ്രാന്താവും, കൺട്രോൾ ഒക്കെ പോകും, എനിക്ക് ഭയങ്കര ഭ്രാന്താവും. അത് ശരിയാണ്. ഓമി ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് വരാൻ നേരത്തേക്ക് അതിന്റെ AC വെന്റ് വരെ തുടച്ചത് ആനയാന്ന് കേട്ടിരുന്നു. സത്യമാണോ?